പുറത്തേക്ക് വന്ന് നോക്കൂട്ടാ. നമസ്കാരം, ഗുരുവായൂർ വാട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്സവത്തിൻ്റെ 9ാം ദിവസമാണ്, പള്ളിവേട്ട ദിവസമാണ്. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലാണ് ഉള്ളത്. കിഴക്കേ നടയുടെ ആ ഒരു മതിൽക്കെട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം, ഇന്നലെ ഗുരുവായൂരപ്പൻ 4 തൃക്കൈകളോടുകൂടി മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലായിരുന്നു നിന്നിരുന്നത്. ഇത്രയും ദിവസം ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണനായിട്ട് നിന്നിട്ട് ഇന്നലെ 8ാമത്തെ ഉത്സവബലി ദിവസമായ ഞാൻ പറഞ്ഞല്ലോ, ഉത്സവത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാന ചടങ്ങായ ഉത്സവബലി ദിവസമായ ഇന്നലെ ഗുരുവായൂരപ്പൻ വലിയ ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു വലിയ കൃഷ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഉത്സവബലി എന്താണെന്ന് ചോദിച്ച ആളുകളോട്, ഉത്സവബലി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഭൂതഗണങ്ങൾക്ക് എല്ലാവർക്കും ഹവിസ് തൂകുന്ന ആ ഒരു ചടങ്ങിനെയാണ് ഉത്സവബലി എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആനപ്പുറത്ത് തന്നെ ശ്രീഭൂതബലിയോടുകൂടി, ശ്രീഭൂതബലിക്ക് 3 പ്രദക്ഷിണം കഴിഞ്ഞ് 4ാമത്തെ പ്രദക്ഷിണത്തിന് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ വലിയ ബലിക്കല്ലിന് ഹവിസ് തോന്നുന്ന ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, വളരെ സന്തോഷം. അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു ഗുരുഭവനപുരി ഉത്സവ നഗരിയായി മാറിയ എല്ലാവരും ഗുരുവായൂരപ്പനെ ഉത്സവത്തിന് എതിരേൽക്കാനായിട്ട്, വരവേൽക്കാനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളെല്ലാം നമ്മൾ ഇന്നലെ രാത്രിയിലെ വീഡിയോയിൽ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഉത്സവം 6ാം ദിവസം മുതൽ നിങ്ങളിലേക്ക് ആ ഒരു രാത്രിയിലെ വീഡിയോ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇന്നലെ 8ാം ഉത്സവത്തിൻ്റെ അന്ന് രാത്രിയിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ ദീപാലങ്കാര കാഴ്ചകളുമായി വരാൻ സാധിച്ചത്. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. കാരണം 6ൻ്റെ അന്നും 7ൻ്റെ അന്നൊന്നും ഇത്ര അധികം ഒരുക്കങ്ങൾ ആയിട്ടുണ്ടായിരുന്നില്ല. 8ാമത്തെ ഉത്സവത്തിൻ്റെ അന്ന് ശരിക്കും ഒരുപാട് പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഉത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും. അപ്പോൾ പൂർത്തിയായ ഒരുക്കങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ അകമഴിഞ്ഞ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ 9ാം ഉത്സവമായിട്ടുള്ള ഇന്നത്തെ ദിവസത്തെ ചടങ്ങുകളാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ടയാണ്. അതിന് മുമ്പായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഗ്രാമപ്രദക്ഷിണമുണ്ട്. ഗുരുവായൂരപ്പന് ഇന്നത്തെ ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം, ഇപ്പോൾ ഉച്ചപൂജ നട തുറന്നിരിക്കുന്ന സമയമാണ് കേട്ടോ, ഏകദേശം 1:30 സമയമായി ഉച്ചപൂജ നട തുറന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി വൈകുന്നേരം നട തുറന്നതിന് ശേഷം വൈകുന്നേരത്തെ ദീപാരാധന വരുന്നത് ഇന്നത്തെ കൊടിമരത്തിൻ്റെ ചുവട്ടിലാണ്. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിലെ ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷം അവിടെയാണ് ഇന്നത്തെ ദീപാരാധന വരുന്നത്. ഗുരുവായൂരപ്പൻ്റെ പൊന്തിടമ്പ് അവിടെ എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണി തൊട്ടിട്ട് 6 മണി വരെയും ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് ഒരു 6 മണി ആകുമ്പോഴാണല്ലോ ദീപാരാധനയുടെ സമയം വരുന്നത്. അസ്തമയത്തിൻ്റെ സമയം നോക്കി ദീപാരാധനയുടെ മുഹൂർത്തത്തിൽ ദീപാരാധന നടക്കുന്ന സമയത്ത് നമുക്ക് അകത്തെത്താൻ സാധിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. അങ്ങനെ ഗുരുവായൂരപ്പനെ പഴുക്കാമണ്ഡപത്തിൽ വെച്ചുകൊണ്ട് ദീപാരാധന ചെയ്തതിന് ശേഷം ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളും. പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ അകമ്പടിയായിട്ട് കൃഷ്ണനാട്ടം കലാകാരന്മാർ, ശരിക്കും ഒരു രാജാവ് എങ്ങനെയാണോ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അകമ്പടിയായിട്ട് സേനാധിപതിയും മറ്റ് സൈനികരും ഉണ്ടാവുക, അതേമാതിരി കൃഷ്ണനാട്ടം കലാകാരന്മാരെല്ലാം സൈനികരുടെ വേഷത്തിൽ മുൻപിൽ തന്നെ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല ഭക്തജനങ്ങൾ ഓരോരുത്തരും ഗുരുവായൂരപ്പന് പല ദ്രവ്യങ്ങൾ കൊണ്ട് പറ വെച്ചിട്ടാണ് ഗുരുവായൂരപ്പനെ സ്വീകരിക്കുക. ഗ്രാമപ്രദക്ഷിണം എവിടം വരെയാണ് എന്ന് ചോദിച്ചിരുന്നു. ഗ്രാമപ്രദക്ഷിണം കുളപ്രദക്ഷിണമാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ തെക്കേ നടയിലൂടെ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് തെക്കേ നടയിലാണ്, തെക്കേ നടയിലൂടെ പ്രദക്ഷിണമായിട്ട് വടക്ക് ഭാഗത്തുള്ള രുദ്രതീർത്ഥ കുളത്തിൻ്റെ ആ ഭാഗത്തു കൂടെ പോയിട്ട് രുദ്രതീർത്ഥ കുളത്തിന് ഒരു പ്രദക്ഷിണമായിട്ട് തിരിച്ചകത്തേക്ക് കയറും.
അങ്ങനെയാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഗ്രാമപ്രദക്ഷിണം വരുന്നത്. അപ്പോൾ ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷമാണ് പള്ളിവേട്ട. ഗ്രാമപ്രദക്ഷിണം 6 മണി തുടങ്ങി 9 മണിയോട് കൂടിയിട്ട് അകത്തേക്ക് പ്രവേശിക്കും. ഗുരുവായൂരപ്പൻ തിരിച്ച് അകത്തേക്ക് പ്രവേശിക്കും. 9 മണിക്കാണ് പള്ളിവേട്ട. അതിന് ഗുരുവായൂരപ്പൻ്റെ നിയോഗിക്കപ്പെട്ട കഴകക്കാരിൽ ഒരാൾ വന്നിട്ട് പന്നി മാനുഷ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പന്നിയുടെ വേഷം കെട്ടിയിട്ടുള്ള ഒരാൾ മുമ്പിലുണ്ടാവും. ഗുരുവായൂരപ്പൻ വേട്ടയാടാൻ പാകത്തിന് പുറകിൽ ആനപ്പുറത്തുണ്ടാവും. ഗുരുവായൂരപ്പൻ്റെ തിടമ്പെഴുന്നള്ളിച്ച് ഗുരുവായൂരപ്പൻ പുറകിലുണ്ടായിരിക്കും. ഒപ്പം തന്നെ ഭക്തജനങ്ങൾ ഓരോരുത്തരും ഓരോ സംഘാടകർ ഓരോ ജീവജാലങ്ങളുടെ വേഷം കെട്ടിയിട്ട് ഗുരുവായൂരപ്പന് ചുറ്റും പ്രദക്ഷിണമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഏകദേശം 9 പ്രദക്ഷിണമാണ് പള്ളിവേട്ടയ്ക്ക് ഉണ്ടാവുക. 9 പ്രദക്ഷിണത്തിന് ശേഷം ആ ഒരു പന്നിയെ വേട്ടയാടിക്കൊണ്ട് ക്ഷേത്രപാലന് സമർപ്പിക്കുന്നതായിട്ടാണ് ചടങ്ങ്. അതിനുശേഷം ഗുരുവായൂരപ്പൻ അകത്തേക്ക് തിരിച്ചെഴുന്നള്ളുകയും നമസ്കാര മണ്ഡപം എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂരപ്പനെ കാഴ്ചദ്രവ്യങ്ങളെല്ലാം വയ്ക്കുന്ന ആ ഒരു മണ്ഡപം ഉണ്ടല്ലോ, നമസ്കാര മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ പള്ളിയുറക്കം വരുന്നത്. ഇന്നത്തെ ദിവസം മാത്രം ഗുരുവായൂരപ്പൻ്റെ പള്ളിയുറക്കം അവിടെയാണ്. ഈ ഒരു ഉത്സവകാലം തുടങ്ങുന്ന സമയത്ത് നമ്മൾ മുളയിടൽ ചടങ്ങിനെ കുറിച്ച് അനുസ്മരിക്കുകയുണ്ടായിരുന്നു. അത് കലശക്കാലത്താണ്. മുളയറയെക്കുറിച്ച് നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. മുളയിടൽ ചടങ്ങിനെ കുറിച്ച് നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. ആ ഒരു മുളയിടൽ ചടങ്ങിൽ ഉണ്ടായിരുന്ന ആ ഒരു മുളയെല്ലാം മുളപ്പിച്ച ആ മുളയും മറ്റ് ദ്രവ്യങ്ങളും എല്ലാം കൂടെ വിരിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെള്ളിക്കട്ടിലാണ് ഗുരുവായൂരപ്പൻ്റെ ശയ്യാഗ്രഹം തീർക്കുന്നത്. പട്ടുനൂൽ പുഴുക്കളെ വധിക്കാനാണോ പറയുന്നറിയില്ല, കൊല്ലാതെ, പട്ടുനൂൽ പുഴുക്കളെ കൊല്ലാതെ അതായത് നൂലെടുത്ത് ഉണ്ടാക്കുന്ന ആ ഒരു പട്ടാണ് ഗുരുവായൂരപ്പനെ ഇന്ന് വിരിച്ച് ഗുരുവായൂരപ്പൻ്റെ ശയ്യാഗ്രഹത്തിൽ വിരിച്ച് ഗുരുവായൂരപ്പൻ അതിൽ എഴുന്നള്ളിയാണ് ഇന്നത്തെ പള്ളിയുറക്കം ഉണ്ടായിരിക്കുക. നാളെ സാധാരണ ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നിർമ്മാല്യ ദർശനത്തിന് 3 മണിക്കാണ് നട തുറക്കുക എന്ന് പറഞ്ഞല്ലോ. നാളത്തെ ദിവസം ഗുരുവായൂരപ്പന് 3 മണിക്ക് നിർമ്മാല്യ ദർശനമില്ല. പകരം ഗുരുവായൂരപ്പൻ ക്ഷീണിതനായി ഉറങ്ങുകയായ കാരണം രാവിലെ 6 മണിക്കാണ് ഗുരുവായൂരപ്പൻ്റെ പള്ളി ഉണർത്തൽ ചടങ്ങ് ആരംഭിക്കുന്നത് തന്നെ. 6 മണി അതുവരെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരിക്കില്ല. മാത്രമല്ല ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പള്ളിയുറക്കത്തിന് ഒരു തരത്തിലുള്ള ശല്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ ആരും തന്നെ ഉണ്ടാവാൻ പാടില്ല. നിയോഗിക്കപ്പെട്ട കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അകത്ത്. നാഴികമണി പോലും ശബ്ദിക്കാതിരിക്കാനായിട്ട് തുണിയിട്ട് മൂടി വയ്ക്കും. അതിനുശേഷം നാളെ രാവിലെ ഗുരുവായൂരപ്പൻ പശുക്കിടാവിനെയും കണി കൊണ്ടുകൊണ്ട് പശുക്കിടാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടുമൊക്കെയാണ് ഭഗവാന്റെ നാളത്തെ ആ ഒരു ഉണരൽ ഉണ്ടാവുന്നത്. അതിനുശേഷം എല്ലാം സാധാരണ പോലെ തന്നെയായി. ആറാട്ട് ദിവസം നാളെ 10ാമത്തെ ദിവസം ആറാട്ടുത്സവം. 10ാമത്തെ ദിവസവും കൂടി കഴിഞ്ഞാൽ ആ ഒരു ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാവും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പള്ളിവേട്ടയാണ്, ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട കാണാത്ത ഓരോരുത്തരും ഇന്ന് വരണം. രാത്രി 9 മണിക്കാണ് പള്ളിവേട്ട. നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ചാനലിലൂടെയും നമുക്ക് പള്ളിവേട്ട കാണാട്ടോ. എല്ലാവരും കാണാൻ മറക്കരുത്, ഫുൾ വീഡിയോ കാണണം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാളത്തെ ആറാട്ടുകടവിൽ, രുദ്രതീർത്ഥക്കുളത്തിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെയായിട്ട് ആറാട്ടുകടവുണ്ട്. ആറാട്ടുകടവ് ഇപ്പോഴേ മറച്ചിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും. പല ഭക്തജനങ്ങളും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് കാണാൻ സാധിക്കുമെന്ന്. ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് കാണാൻ സാധിക്കില്ല, അവിടെ ഇപ്പോൾ മറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ലൈറ്റിംഗ് സംവിധാനത്തിലൂടെ ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു കറുത്ത മറ അത് സ്ത്രീകളുടെ കടവാണ്. നാളെ ആറാട്ട് കുളിക്കുന്ന സ്ത്രീകൾക്ക് അവിടെയാണ് കുളിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു കടവുള്ളത് ഭഗവതിക്കെട്ടിൻ്റെ തൊട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇവിടെയാണ് ഭഗവതിക്കെട്ടുള്ളത്. ഭഗവതിക്കെട്ടിൻ്റെ തൊട്ടടുത്തുള്ള കടവിലാണ് ആറാട്ട് നടക്കുക. തന്ത്രിയും മേൽശാന്തിയും മോദിക്കന്മാരും കുളിക്കുന്ന ആ ഒരു കടവിലാണ് നാളെ ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞാൽ ഉടനെ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ മുങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ കലവറയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നാളെ രാവിലെ കഞ്ഞിയും പുഴുക്കും ഇല്ല കേട്ടോ ഗുരുവായൂരപ്പൻ്റെ പകർച്ചയിൽ. നാളെ സദ്യയാണ്. നാളെ സാമ്പാറും ചോറുമാണ് രാവിലെ തന്നെ നമുക്ക് കിട്ടുക. അതുമാതിരി തന്നെ എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ദിവസം കഞ്ഞിയും മുതിരപ്പുഴുക്കുമായിരുന്നില്ല, പകരം കഞ്ഞിയും പയറുമായിരുന്നു കേട്ടോ. വൻപയറായിരുന്നു കഞ്ഞിയുടെ കൂടെ ഉണ്ടായിരുന്നത്. വൻപയറിൻ്റെ ആ ഒരു നല്ല സ്വാദുണ്ട്. നമ്മളുടെ ഗൃഹങ്ങളിൽ ഉണ്ടാക്കുന്ന പോലെയല്ല,
പ്രത്യേക രുചിയോട് കൂടിയിട്ടുള്ള കഞ്ഞിയും പയറുമായിരുന്നു ഇന്ന് രാവിലത്തെ വിഭവം. നാളെ രാവിലെ സാമ്പാറും ചോറുമാണ് ഗുരുവായൂരപ്പൻ്റെ വിഭവമായിട്ട് 10ാം ഉത്സവത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി ആ കഞ്ഞിയും പുഴുക്കും അവസാനിക്കുകയാണ്. അവിടെ മുരിങ്ങക്കായും അതുപോലെ തന്നെ വഴുതനങ്ങ, സാമ്പാർ കഷ്ണങ്ങളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലത്തേക്ക് വേണ്ട സാമ്പാർ കഷ്ണങ്ങൾ ഓരോന്നും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കലവറ കാഴ്ച എന്നും നമ്മൾ കാണുന്നതാണെങ്കിലും ഓരോ ദിവസവും വ്യത്യസ്തമായി തന്നെയാണ് അല്ലേ നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും നുറുക്കുന്ന കഷ്ണങ്ങളും വ്യത്യസ്തമാണ്. ഓക്കെ, ഇവിടെ മത്തൻ പിന്നെ നമ്മളുടെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണല്ലോ. ഓളനിലാണെങ്കിലും മത്തനുണ്ട്, സാമ്പാറിലും മത്തനുണ്ട്, സാധാരണ നമ്മുടെ രസകാളനിലും എല്ലാത്തിലും മത്തൻ പ്രധാനമാണല്ലോ. ഓക്കെ, അങ്ങനെ കഷ്ണം നുറുക്കലിൻ്റെ കാര്യങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നാളെയും കൂടെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവം നടന്നിട്ടുണ്ടോ എന്ന് വരെ തോന്നുന്നുണ്ടോ. അത്രയും എല്ലാം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് നല്ല വിഷമാവും. കാരണം ഇത്രയും ദിവസം നമ്മൾ ഈ ആഘോഷത്തിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇവിടെ എല്ലാം എപ്പോഴും ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഉത്സവം കൊടിയിറങ്ങുമ്പോൾ തന്നെ നമുക്ക് വിഷമാവും. പിറ്റേ ദിവസം ഈ വൈദ്യുതാലങ്കാരങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് കാണുമ്പോൾ നമുക്ക് നല്ല വിഷമാവും. പറകൾ ഇവിടെ എല്ലായിടത്തും ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രസാദൂട്ട്. കാരണം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിന് പുറത്തിറങ്ങുന്ന സമയത്ത് ഭക്തജനങ്ങൾ പറ വയ്ക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഏരിയയിൽ മുഴുവനും പറ വയ്ക്കലുണ്ട് കേട്ടോ വൈകുന്നേരം. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ. അപ്പോൾ കഷ്ണനുറുക്കളും അതുപോലെ ആ ഒരു കലവറയും ഒക്കെ ഇപ്പോൾ അടയ്ക്കാൻ തുടങ്ങും. വൈകുന്നേരത്തെ ഒരുക്കങ്ങൾക്കായിട്ട് എല്ലാം ഇപ്പോഴേ തയ്യാറെടുക്കണമല്ലോ. ഏകദേശം 2 മണി ആവാറായി. അപ്പോൾ 6 മണിയോടുകൂടി തന്നെ ഗുരുവായൂരപ്പൻ്റെ ഗ്രാമപ്രദക്ഷിണത്തിന് ഇറങ്ങണമല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് കഷ്ണം നുറുക്കലൊക്കെ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അതേമാതിരി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പടിഞ്ഞാറ് നടയിലാണ്. പടിഞ്ഞാറ് നടയിലെ കടകളിലെല്ലാം ഈ ഒരു വീഥി മുഴുവനും നമ്മൾ അലങ്കാരത്തോടുകൂടി ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലത്തെ വീഡിയോ കാണാത്ത ആളുകൾ കാണണം കേട്ടോ. രാത്രിയിലത്തെ വീഡിയോയിൽ നമ്മൾ അലങ്കാരങ്ങളോടുകൂടി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് രാത്രി അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓരോ കടമുറികളുടെ മുൻപിലും ഓരോ കൃഷ്ണന്മാരുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ശരിക്കും ഇതൊരു എന്താ പറയുക, ദ്വാരകയാണോ മധുരയാണോ വൃന്ദാവനമാണോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് രാത്രി. നമുക്ക് ഈ രാസലീലയുടെ സമയത്ത് ഗുരുവായൂരപ്പൻ ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണനാണ് ഇന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതേമാതിരി തന്നെ ഓരോ കടമുറിയിലും ഓരോ കൃഷ്ണന്മാരുണ്ടായിരിക്കും. ഉണ്ണികൃഷ്ണന്മാരുടെ ഒരു മഹാസമുദ്രം തന്നെ നമുക്ക് ഇന്ന് രാത്രി ഇവിടെ കാണാൻ സാധിക്കും. രാത്രിയിൽ വീഡിയോ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിനെ ഞങ്ങൾക്കും കൂടി അനുഗ്രഹം തരട്ടെ എന്നാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അതേമാതിരി ഉണ്ണിക്കണ്ണന്മാർ മാത്രമല്ല കേട്ടോ, മുമ്പിൽ നിറവറയും നിലവിളക്കും ഒക്കെ ആയിട്ടാണ് ഓരോ ഉണ്ണികൃഷ്ണന്മാരും ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. ഗുരുവായൂരപ്പൻ എന്താ പറയുക, നിറഞ്ഞാടുക എന്നൊക്കെ പറയില്ലേ, ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഇറങ്ങുന്ന ആ ഒരു ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പന്മാർ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാഴ്ചയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രത്തോളം എത്തിക്കാൻ സാധിക്കുമെന്നറിയില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ ഓരോരുത്തരും അടുത്ത ഉത്സവത്തിനെങ്കിലും ഇവിടെ എത്തിച്ചേരുമെന്ന്. കാരണം ഇങ്ങനെയൊക്കെ കണ്ടാൽ ആർക്കാണല്ലേ വരാതിരിക്കാൻ തോന്നാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഉത്സവകാലത്ത് ഇവിടെ എത്തണം എന്നാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. സാധിക്കാത്തവർ അടുത്ത ഉത്സവത്തിനെങ്കിലും എന്തായാലും ഇവിടെ വരാൻ സാധിക്കണേ എന്ന് ശ്രീ ഗുരുവായൂരപ്പനോട് ഇന്നേ പ്രാർത്ഥിച്ചു തുടങ്ങൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ഉത്സവത്തിന് നിങ്ങളെ ഗുരുവായൂരപ്പൻ ഇവിടെ എത്തിക്കാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഈ പാതാരവൃന്ദങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കാനും ആ പ്രസാദത്തിൻ്റെ ആ മധുരം നുണയാനും കിട്ടിയ ഈ അവസരമെന്ന് പറയുന്നത് ഏറെ പുണ്യമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ 10 ദിവസം ഇവിടെ വന്നു ചേരുന്നത്, ഇവിടുത്തെ പ്രസാദം കഴിക്കുന്നത്. ഭഗവാന്റെ ഉത്സവ സംബന്ധിയായി ഈ പ്രദേശത്തെ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. ഈ പ്രദേശത്തെ മനുഷ്യർ മാത്രമല്ല, ജന്തു ജീവജാലങ്ങളൊന്നും പട്ടിണി കിടക്കരുത്. അതുകൊണ്ട് കാലാകാലങ്ങളായി ഉത്സവ സമയത്ത് പകർച്ച ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്നു. സസ്യ മൃഗാദികൾക്കും ജന്തു മൃഗാദികൾക്കും കൊടുക്കുന്നു. അങ്ങനെ എല്ലാ ജീവനുകൾക്കും
എല്ലാ ജീവനും ചൈതന്യം കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ചൈതന്യം പകരുന്ന മഹത്തായ ഒരു സുദിനങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ 10 ദിവസത്തെ മഹോത്സവം എന്ന് പറയുന്നത്. ആ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 9-ാം ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞു. പള്ളിവേട്ട ദിവസമാണ്, നാളെ ആറാട്ടാണ്. ഭഗവാനെ കണ്ടു, തൊഴുതു, പ്രസാദം കഴിച്ചു മടങ്ങുകയാണ്. ഭഗവാന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ പാതാള വൃന്ദങ്ങളിൽ ഒരിക്കൽ കൂടെ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ കരുതി കൂടുതൽ കൂടുതൽ ശോഭനമായി, കൂടുതൽ വർണ്ണാഭമായി ഗുരുവായൂരും ഭാരതവും നമ്മുടെ മുഴുവൻ ദേശവും ജന്തുജീവജാലങ്ങളും മനുഷ്യർക്കുമെല്ലാം സുഖമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പള്ളിവേട്ട ദിവസത്തിൽ മനംനൊന്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അപ്പോൾ ഇന്ന് ഉത്സവ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. പള്ളിവേട്ടയെക്കുറിച്ച് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രാത്രി 9 മണിക്കാണ്. മറക്കാതെ വരണം, മറക്കാതെ കാണണം, മറക്കാതെ വരാൻ സാധിക്കുന്ന എല്ലാവരും വരിക. 10 മണിക്കെങ്കിലും നമ്മൾ പള്ളിവേട്ടയുടെ വീഡിയോ ഇടാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാണാൻ സാധിക്കാത്തവരെല്ലാം ആ വീഡിയോ കാണണം. അപ്പം നാളെ ആറാട്ടുത്സവത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ തിരുവുത്സവത്തിൻ്റെ ആശംസകൾ. എല്ലാവരെയും ഇവിടെ വെച്ച് കാണാൻ സാധിക്കണമെന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഉത്സവത്തിന് അല്ലെങ്കിൽ അടുത്ത ഉത്സവത്തിനെങ്കിലും നിങ്ങളെല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം കേട്ടോ. കഴിഞ്ഞ അയ്യോ പറഞ്ഞ ഒരു ദേവസംഘാരം ബാബാ സാറേ സാറേ ഇങ്ങോട്ട് കയറി അവിടെ വയനാട്ടിൽ നിന്ന് ചിലർക്ക് ഇവിടെ കൊണ്ടുവന്ന് ചിലർക്ക് പല്ല് മുളച്ചത്, ചിലർക്ക് ഇരട്ടപ്പല്ല് മുഖ്യമായിട്ട് ഞാൻ അവിടെ
ഒരാളാണ് അങ്ങോട്ട് കണ്ടിട്ടാണ് ഇരുന്നോ?